നമസ്കാരം, ഞാൻ ദിനേശ് സോവർണിക. കുറ്റിമുല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും കുറ്റിമുല്ല ഒരു കൃഷി രൂപത്തിലേക്ക് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു ഉപദേശം എന്താ അറിയോ, കൃഷി പഠിച്ചിട്ട് തന്നെ ചെയ്യണം. കുറ്റിമുല്ലയുടെ അതിൻ്റെ തൈ മുതൽ വിപണി വരെയുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കണം. ഞങ്ങൾ ഇവിടെ ഈ കോട്ടയ്ക്കൽ ഈ ജൈവിക കുടുംബശ്രീ പ്ലാൻ നഴ്സറിൻ്റെ അണ്ടറിൽ പലതവണ ക്ലാസ്സുകൾ നടത്തിയിട്ട് പല സ്ഥലങ്ങളിലും ആളുകൾ വരാറുണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ. പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് പറ്റുമോ, നമുക്കിത് എങ്ങനെയാണ് വിപണി കണ്ടെത്തുക, എങ്ങനെയാണ് ഇത് പരിപാലിക്കുക, എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് കുറ്റിമുല്ല വെച്ചിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നോർമൽ ഇതിന്റെ ആദ്യത്തെ കേസ് പറയാം. കുറ്റിമുല്ലയുടെ തൈ എവിടുന്ന് കിട്ടുന്നത്? കുറ്റിമുല്ലയുടെ തൈ നമ്മൾ ഇങ്ങനത്തെ കവറിലാക്കിയ തൈകൾ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് കൂടുതൽ കൃഷിക്ക് ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ തൈകൾ വേണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ തൈകൾ ഇത് ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കുന്ന, ഇപ്പൊ കണ്ടില്ലേ ഇതിലെ മൊട്ട് കണ്ടില്ലേ, കുറ്റിമുല്ലയുടെ പറിച്ചെടുത്ത ചെറിയ തൈകൾ 20 രൂപ മുതൽ ലഭ്യമാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ പറിച്ചെടുത്ത തൈകളാണ്. ഇങ്ങനെ കവറിലുള്ള തൈയാകുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മണ്ണുണ്ടാവും. അപ്പൊ ആ മണ്ണിന്റെ വെയിറ്റ് വരില്ലേ, വന്ന് വാങ്ങുന്ന ആളുകൾക്ക് വന്ന് വാങ്ങാം. അപ്പൊ നമ്മൾ അതിന്റെ ബുക്കിംഗ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് കുറ്റിമുല്ലയുടെ ചെറിയ തൈകൾ തൊട്ടിട്ട്. അപ്പോൾ ഇത് നോക്കാം, ഇതൊരു കുറ്റിമുല്ലയുടെ വലിയ തയ്യ, ഏകദേശം ഒരു 5 മാസം 6 മാസം ആയ തയ്യ. ഇത് ഇങ്ങനെ ആക്കിയെടുത്തത് ഇതേ തയ്യാണ് കേട്ടോ. ഈ ചെറിയ തയ്യിനെ ഇങ്ങനെ ആക്കിയെടുത്തതാ, വലിയൊരു കവറിൽ നട്ടിട്ട് പ്രൂൺ ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ കുറ്റിമുല്ലയുടെ നിങ്ങൾക്ക് ആദ്യം കുഴിച്ചിടുമ്പോൾ തൊട്ടുള്ള A to Z കാര്യങ്ങൾ ട്രെയിനിങ്ങിലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നേരിട്ട് വരുന്ന ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കുറ്റിമുല്ലയുടെ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1.5 അടി ആഴമുള്ള ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ ജൈവവളങ്ങൾ നന്നായി നിറച്ചതിന്റെ ശേഷം ഇങ്ങനത്തെ ഒരു 3 തൈ നടണം, 2 3 തൈ നടുക. തൈ നട്ടിട്ട് അത് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന ഒരു പ്രത്യേക കാര്യം 6 മാസത്തെ ഹാർഡ് പ്രൂണിങ് ആണ്. അതായത് തൈ നട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് തൈ നട്ടു, ഇങ്ങനെ തൈ നട്ട് കഴിഞ്ഞാൽ ഈ തൈയിന്റെ ഇങ്ങനത്തെ ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഒരു മൊട്ടൊക്കെ വരും. ഈ മൊട്ട് കാണാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താ, ഈ മൊട്ടുള്ള ചെറിയ കൊമ്പ് ഞാനിതാ കുഴിച്ചിട്ടു, കുറച്ച് വളർന്നു, ഫസ്റ്റ് മൊട്ട് വന്നു, മൊട്ട് കാണാൻ നിൽക്കില്ല, ഞാനത് മുറിച്ച് കളഞ്ഞു, ഈ കൊമ്പ് മുറിച്ചു. ഇതാണ് ഫസ്റ്റ് പ്രൂണിങ്. പിന്നെ നിങ്ങൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തു, വീണ്ടും വളർന്നിട്ട് വീണ്ടും കൊമ്പും ചില്ലകളൊക്കെ വരുമ്പോൾ വീണ്ടും ഒരു പ്രൂണിങ്. അങ്ങനെ എന്നാണോ തൈ നടുന്നത്, ജൂണിലാണ് ഞങ്ങൾ തൈ നടാൻ പറയുക, കാരണം കാര്യമായി നനയ്ക്കണ്ടല്ലോ. ജൂണിൽ നട്ട് ഒരു ഡിസംബർ വരെ ഉള്ള സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഒരു 6 പ്രൂണിങ് നടത്തി. 6 മാസം ആണെങ്കിൽ 6 പ്രൂണിങ് നടത്തി. എന്താ പ്രൂണിങ്? ഓരോ തവണ വരുമ്പോഴും അതല്ല. അപ്പൊ ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നു, ഈ തലപ്പ് വന്ന് നിൽക്കുന്നു, ഈ തലപ്പ് മുറിച്ചു കളഞ്ഞു, ഇതിന്റെ ഈ തലപ്പും മുറിച്ചു കളഞ്ഞു. അതേപോലെ ഇതിന്റെ തലപ്പുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് 2 ഇലയുള്ള ഭാഗം മുറിച്ചു കളഞ്ഞു. ഇങ്ങനെ ഈ ചെടീനെ 6 മാസം പ്രൂണിങ് നടത്തുക. 6 മാസം പ്രൂണിങ് നടത്താൽ അതാ ഇതേപോലെ ഇങ്ങനെ തഴച്ചിങ്ങനെ വളർന്നെടുക്കും. ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഏകദേശം 5 6 കൊമ്പുകളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പൂടാനുള്ള വളങ്ങളും മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കൂടും. ഇതാദ്യം ചെയ്യണം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ കുറ്റിമുല്ലയുടെ തൈ കൊണ്ടുപോയ ഒരു ടീമേ ഇതേപോലെ തൈ കൊണ്ടുപോയി കുഴിച്ചിട്ട് അവർ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ നീണ്ടിങ്ങനെ കുറച്ച് ഒരു ഓവർ ഹൈറ്റില്ല, ഒരു 1.5 2 അടി ഹൈറ്റ് വന്നിട്ട് നീണ്ടു വന്നിട്ട് ഒരു 3 കൊമ്പ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നു, അറ്റത്ത് കുറച്ച് പോവും. അപ്പൊ ഇതെന്താ ശരിയായി വളർച്ച ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തൈ നട്ടാൽ അടി വെച്ച് മുറിക്കണം. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഹാർഡ് പ്രൂണിങ് നടത്തും, അടി വെച്ച് മുറിക്കും. പിന്നെ ഒരു ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ് പിന്നെയൊക്കെ സോഫ്റ്റ് പ്രൂണിങ് നടത്തിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ചെടി ഇതേപോലെ തഴച്ചു വളരും. ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. അല്ലാതെ ഇപ്പൊ ഈ തൈ വെച്ചു, ഇപ്പൊ നിങ്ങൾ മൊട്ട് കണ്ടില്ലേ, ഇതേപോലെ ഒരു മൊട്ട് എടുത്തു, അങ്ങനെ 100 തൈ വെച്ചു, നിങ്ങൾക്ക് ആകെ 100 മുട്ട കിട്ടുമെന്നുള്ളൂ. എന്നാൽ ഇങ്ങനെ 6 മാസം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 തലപ്പെങ്കിലും ഒരു ചെടിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ ചെടിയിൽ നിന്നും ഒരു 100 മുട്ടെങ്കിലും കിട്ടില്ലേ. അങ്ങനെ കൂടുതൽ മൊട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായി പ്രൂൺ ചെയ്യണം, കൃത്യമായ വളം കൊടുക്കണം. പിന്നെ കുറ്റിമുല്ലയുടെ കാര്യം പലരും ചോദിക്കാറുണ്ട്. കുറ്റിമുല്ല എന്ന് പറഞ്ഞിട്ട് നഴ്സറിയിൽ കിട്ടുന്നതെല്ലാം കുറ്റിമുല്ലയാണെന്ന്. അത് നഴ്സറിയിലുള്ള ആളുകളോടാണ് ചോദിക്കണം. കാരണം കുറ്റിമുല്ലയുടെ കമ്പ് കട്ടിങ്സ് എടുക്കുക, ആ ബലമുള്ള കമ്പ് തന്നെ പിടിപ്പിച്ചു വെച്ചാലാണ് നമുക്ക് ആ കുറ്റിമുല്ലയുടെ ഇനത്തിൽ തന്നെ വളർച്ച കിട്ടുള്ളൂ. എന്നാൽ കുറ്റിമുല്ലയുടെയും സൈഡിലൂടെ ഇങ്ങനെ ഒരു വള്ളി പോലെ പടർന്നൊരു സാധനം പോണതാണ് റണ്ണർ വള്ളി. ആ വള്ളി ചിലപ്പോൾ മൂപ്പായി കഴിഞ്ഞാൽ ആളുകൾ അത് മുറിച്ച് കവറിൽ വെക്കും. പക്ഷെ അപ്പൊ എന്ത് സ്വഭാവം വരും? അതിനും ആ പടരുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകും. അപ്പൊ വള്ളിമുല്ലയായി പോകും.
കുറ്റിമുല്ലയ്ക്ക് ഇങ്ങനെ ബലമുള്ള ഈ കമ്പ് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു ചോദ്യം, കുറ്റിമുല്ല 2-3 തരം ഉണ്ടോന്ന്. പല സ്ഥലത്തും ഇപ്പൊ തമിഴ്നാട് യൂണിവേഴ്സിറ്റിന്റെ കോൾ സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റിമുല്ല ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് അല്ലെങ്കിലും തമിഴ്നാട് എല്ലാ സമയം പൂവ് കിട്ടും, മഴ കുറവാണ്, അതാണ് ഈ കുറ്റിമുല്ലയുടെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ കുറ്റിമുല്ല 2 തട്ടുള്ളതുണ്ട്, 1 തട്ടുള്ള പൂവുണ്ട്, ഒറ്റ ഇതളുള്ള പൂവുണ്ട്, 2 തട്ടുള്ളത്. നമ്മൾ തമിഴ്നാട് ഏരിയയിൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് 2 ലെയറുള്ള പൂവാ. ഈ 2 ലെയറുള്ള പൂവാകുമ്പോൾ അത് മാർക്കറ്റിൽ നല്ലോണം പോകുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ മാല കെട്ടാൻ, അതായത് ശരിയായ രീതിയിൽ വിരിഞ്ഞിട്ടല്ല ഈ പൂവ് ചെയ്യുക, മൊട്ടില മാല കെട്ടാൻ ഒറ്റ ഇതളുള്ള ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാദേശികമായിട്ടും ഏത് ഇനമാണ് ആവശ്യമുള്ളത് അതാണ് കൂടുതൽ കൃഷി ചെയ്യേണ്ടത്. ഈ കുറ്റിമുല്ലയ്ക്ക് നല്ല ഡിമാൻഡാണ്. പിന്നെ അതിന്റെ വളപ്രയോഗം, അതിന് വേണ്ട കീടനിയന്ത്രണം അതൊക്കെ ശരിക്കും പഠിച്ചിട്ട് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 6 മാസം നിങ്ങൾ പ്രൂൺ ചെയ്യില്ലേ, ചെടി കിട്ടിയ 6 മാസം പ്രൂണിങ് ആണല്ലോ. പൂവ് കിട്ടണം, എനിക്കത് വിറ്റ് കാശുണ്ടാക്കണം എന്ന് ചിന്തിക്കാനേ പാടില്ല. അത് ഈ 6 മാസം കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താ പറയുക, ഈ പ്രൂണിങ്ങിന്റെ ഒപ്പം ഈ കുറ്റിമുല്ലേന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുക, തൈ തൊട്ട് വിപണനം വരെയുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. ഈ 6 മാസം കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ആ പൂവ് വിൽക്കും ചെയ്യാം. ഇനി അടുത്തൊരു ചോദ്യം, എന്നും കാശ് കിട്ടുമോ ഇതുമൊന്ന് മൊട്ട് വിറ്റാലെന്ന്? നിങ്ങൾക്ക് എന്നാണ് പണം വേണ്ടത്? കൂടുതൽ കല്യാണ സമയത്ത് ആ പൂവിന് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? കല്യാണ സമയത്ത് തന്നെ പൂവുണ്ടാവും എന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ പറ്റില്ലോ. ഇപ്പൊ ഓണത്തിന് നല്ലോണം പൂവ് വേണം. അപ്പൊ എന്ത് ചെയ്യും? 1.5 മാസം മുന്നേ ഇതിന്റെ കടക്കിലേക്ക് ഇറങ്ങുക, തോട്ടത്തേക്ക് ഇറങ്ങുക, കൃത്യം വളം കൊടുക്കുക. എന്നാൽ ഓണത്തിന്റെ സമയത്തേക്ക് നല്ലോണം പൂ കിട്ടും. അല്ലാതെ ഓണത്തിന്റെ സമയത്ത് പൂ മാത്രം പൊട്ടിക്കണം എന്ന് കരുതിയിരുന്ന പൂ കിട്ടുമോ? 1.5 മാസം മുന്നേ പ്രിപ്പയർ ചെയ്യണം ഇതിന്റെ. ഇനി ഈ 1.5 മാസം കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്തു, ഓണത്തിന് നല്ലോണം പൂ കിട്ടി, അത് കഴിഞ്ഞാൽ അടുത്തൊരു 1.5 മാസം പൂവ് ഉണ്ടാവില്ല. കാരണം എന്താ? ഈ പൂവ് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത കൊമ്പുകളിലാണ് പുതിയ മൊട്ട് വരിക, അതറിയണം. പ്രൂൺ അതായത് തല മുറിച്ച് ഒരു 8-10 ദിവസം ആകുമ്പോഴേക്കും നാമ്പ് വരും. ആ നാമ്പിൽ 20-ാം ദിവസം ആകുമ്പോഴേക്കും മൊട്ട് വിരിയും, 20-22 ദിവസം കൊണ്ട് മൊട്ട് വിരിയും. ഇത് പഠിച്ച് ചെയ്താലല്ലേ നമുക്ക് ആ സമയം കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ജനുവരി 26-ന് റിപ്പബ്ലിക്കിന്റെ ആ സമയത്തേക്ക് നല്ലോണം പൂവ് കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു പൂവ് നാമ്പ് ഉണ്ടാവുന്നതും എന്ന് മൊട്ട് വിരിയുന്നതും എനിക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? 1.5 മാസം മുന്നേ അതിലേക്ക് വളം കൊടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ച സമയത്തേക്ക് എനിക്ക് പൂ കിട്ടും. ഇത് അറിഞ്ഞ് കേട്ടാണ് കൃഷി കിട്ടും. അല്ല യൂട്യൂബിൽ ഒരു 4 ചെടി കണ്ടു, ഈ ചെടി കൊണ്ടുവച്ചു, ഇതുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നൊന്നും പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിച്ചു ചെയ്തോളൂ ഏത് കൃഷിയാണെങ്കിലും. അപ്പൊ കുറ്റിമുല്ലയുടെ ശാസ്ത്രീയമായ ഈ കൃഷി രീതി അറിയാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ജൈവിക കുടുംബശ്രീ നഴ്സറിയിൽ, ഇവിടെ കുടുംബശ്രീന്റെ അണ്ടറിലൊക്കെ ഞങ്ങൾ ഓരോ ട്രെയിനിങ് വെക്കാറുണ്ട്. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇനി നല്ല തൈ വേണമെങ്കിൽ അതും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. അതിന് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മംഗലാപുരം ഭാഗത്തേക്കൊക്കെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനമാണ് ഈ സൂചിമുല്ല. തമിഴ്നാട്ടിൽ നല്ല ചിലവാട്ടോ സൂചിമുല്ല. ഇത് നല്ല മാർക്കറ്റുള്ള സാധനമാണ്, തമിഴ്നാട്ടിലൊക്കെ നല്ല മാർക്കറ്റ്. ഇതും ഇതിന്റെ ഒപ്പം കൃഷി ചെയ്യാം. അപ്പൊ സൂചിമുല്ലയുടെ തൈകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നമ്മൾ തൈ ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ കഴിഞ്ഞ വർഷം കോട്ടയത്ത് നിന്നൊരു ടീം ഞങ്ങളോട് എൻക്വയറി നടത്തിയത് ഇതേപോലെ ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് വളർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഇക്കൊല്ലം അവരോട് വിളിക്കാൻ പറഞ്ഞതാ. ഇങ്ങനെ ഞങ്ങൾ നല്ല കവറിൽ വളർത്തിയിട്ട് ഇതേപോലെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പൂ പൊട്ടിക്കാനുള്ള പാകത്തിലാക്കി തരാം. അപ്പൊ പിന്നെ റേറ്റ് കൂടും. നല്ല കട്ടിയുള്ള കറുത്ത കവറിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് തയ്യൊക്കെ നട്ട് ഗ്രോത്ത് ആക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ മുൻകൂട്ടി പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു 500 തയ്യോ 1000 തയ്യോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വേണം. റെഡി ടു എന്താ പറയുക ബെഡ് പിക്കിങ്ങിന് വേണ്ടിയിട്ട് മൊട്ട് പൊട്ടിക്കാൻ തയ്യാറാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞാൽ നമുക്കതും ചെയ്യാൻ പറ്റും. നമ്മൾ കൃത്യവളം, ഇതൊന്നും സീക്രട്ട് ഒന്നും അല്ല കേട്ടോ. ഇതെന്താ അറിയോ, എപ്പോ ഏത് വളം എങ്ങനെ കൊടുക്കണം, ഏത് സമയം പൂവുണ്ടാവും നമ്മൾ പഠിച്ചാൽ മതി. ഒരു പൂവിന്റെ ലൈഫ് എത്രയാണ്, മുട്ട എപ്പോഴാണ് ഉണ്ടാവുക, എത്ര ദിവസം നിൽക്കും, ഏത് സമയത്താണ് മാർക്കറ്റ്, ഇത് അറിയാതല്ലോ. ഇപ്പോ പിന്നെ പാലക്കാടിന് ചില സമയത്ത് സംഭവിക്കുന്നു, കണ്ടമാനം പൂവുണ്ടാവും, മുട്ടുണ്ടാവും. ആ മുട്ടുണ്ടാവുന്ന സമയത്ത് മാർക്കറ്റിൽ 100 രൂപ കിലോന് വരാം. എന്താ കാര്യമുള്ളത്? പൂവ് കുറെ ഉണ്ടാവും, പക്ഷെ വളരെ കുറച്ച് പൈസയല്ലേ കിലോ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ ചില സമയത്ത് നല്ല വില 6000 രൂപ വരെ ഇതേ സാധനത്തിന് വില വരാറുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് പൂവേ കിട്ടുള്ളൂ, എന്നാലും നല്ല വില കിട്ടും. അപ്പൊ ഇത് വിപണി അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിലേ നല്ല മെച്ചാ. അപ്പൊ നിങ്ങൾ ഈ തൈ വാങ്ങുമ്പോഴൊക്കെ എവിടുന്നെങ്കിലും ഒന്നും തൈ വാങ്ങണ്ട. നല്ല തൈ, ഇപ്പൊ തമിഴ്നാടൻ കുറ്റിമുല്ലയിലും പാലക്കാടൻ കുറ്റിമുല്ലയിലും ഇപ്പൊ ഉള്ള തൈകൾ നമ്മളൊക്കെ കർഷകരുടെ നിന്ന് ശേഖരിക്കുന്ന കുറ്റിമുല്ല തൈകളാണ്, അത് ഉപയോഗിക്കുക. പക്ഷെ ചിലപ്പോൾ അതിൽ സിംഗിൾ പെറ്റലാവാം, ഡബിൾ പെറ്റലാവാം. എന്നാലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരുന്നത് ഡബിൾ പെറ്റലിനാണ്. നല്ല മണമാണ് കേട്ടോ. പിന്നെ കീടനിയന്ത്രണം അതുണ്ടാവും, അത് നിങ്ങൾ അറിഞ്ഞിട്ട് അതിനെ പരിപാലിച്ചാൽ മതി. കീടങ്ങൾ വരാതിരിക്കാൻ നോക്കിയാൽ പോരെ. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഒരാൾക്ക് കൈകാര്യം ചെയ്യണമെങ്കിലേ നല്ല ഒരു വരുമാനം ഉണ്ടാക്കാം. പക്ഷെ പണി അറിയണം, അറിഞ്ഞ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഇപ്പൊ തന്നെ വിളിച്ചോളൂ. താങ്ക് യു.